ഹലോ, സമയം രാത്രിയല്ല പുലർച്ചെ 1 മണി. 1 മണിക്ക് എന്ത് പറയാനാണ് വന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ ഉത്രാടാണ്, അപ്പോൾ ഞാൻ പൂവിടാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റി ഈ ഒരു ടൈമിൽ പൂവിടാൻ? നേരം വെളുത്തിട്ടല്ലേ എല്ലാവരും പൂവിടാം. ഒന്നാമത്തെ കാര്യം, ഇത് സംസാരിച്ച് കളയാൻ വേറെ നേരമുള്ള ഗൈസ്. അപ്പോൾ എൻ്റെ മോൻ ഉറങ്ങുന്ന ടൈമിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനമായിട്ട് കൂടാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കൂടുമ്പോൾ അവനെ കൊടുത്ത് കളയും. അപ്പോൾ അവൻ ഉറങ്ങിയത് കുറച്ച് നേരത്തെയാണ്. അവൻ ഉറങ്ങിയതിന് ശേഷം എനിക്ക് ക്ലീനിങ് പരിപാടീസ് ഉണ്ടായിരുന്നു. ആ ക്ലീനിങ് പരിപാടീസ് കഴിഞ്ഞു എന്നിട്ട് ഒന്ന് കുളിച്ച് പൂവിടല കഴിച്ചു. നമ്മളിന്ന് പൂവിടാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ കയ്യിൽ ഒരു 4 വെറൈറ്റി പൂസ് ഉണ്ട്. സ്വന്തം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്ത ഒരു 4 വെറൈറ്റീസ് ഓഫ് പൂസ് കൊണ്ടാണ് ഞാനൊരു ചെറിയ പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ബേബിക്ക് കുറച്ച് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് 2 സെറ്റിൻ്റെ റോസ് പെറ്റൽസ് 2 കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു സംഗതി എന്താണെന്ന് പറയുമോ, ഞാൻ വൈറ്റ് ഫ്ലവർ ഓർഡർ ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു വൈറ്റ് ഫ്ലവർ ഇല്ല, അത് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ആകെ 3 പൂ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പം അതിൽ വൈറ്റും കൂടി ഇല്ലെങ്കിൽ എനിക്കൊന്നും സെറ്റാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രക്ഷയുള്ള വേണം, വൈറ്റ് പൂവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിട്ടു. എൻ്റെ സങ്കടം കണ്ടിട്ടാണെന്നല്ല, അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നതല്ല. വൈറ്റ് ഫ്ലവറിന് 100 ഗ്രാമിന് 80 രൂപയായിരുന്നു. ഇതിന് 120 രൂപയാണ്. 120 160 ആണ്. അപ്പോൾ ആർക്കാ ലാഭം? റെഡിയായി കഴിഞ്ഞു ഗൈസ്. ഇത്രയും പൂ മാത്രമേ നമുക്കുള്ളൂ. ഇത് വെച്ച് വേണം നമുക്കൊന്നൊരു പൂക്കളുണ്ടാക്കാം. പൂക്കളം വിട്ട് തടണം ഗൈസ്. അപ്പോൾ ഇന്ന് വളരെ മിനിമലായിട്ടുള്ള പൂക്കളുണ്ട്. നല്ല പൂക്കൾ ഉണ്ടാക്കാം നമുക്ക്. ഇങ്ങനെ നോക്കാം. അതുപോലെ വലിയ പാടൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ട്, ഈ ക്യാമറ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ചെറുതായിട്ട് ഒരു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കാം നമുക്ക്. അത് ഈസി ആയിട്ട് വലിയ മെനക്കുടൊന്നുമില്ലാതെ എങ്ങനെ വരക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ. ഇത്രയേ ഉള്ളൂ, ചെറിയ പൂക്കളം കണ്ടാ. ഇതാണ് എൻ്റെ പൂക്കളം. ഞാൻ പറഞ്ഞു എനിക്ക് വട്ടം വരക്കാൻ അറിഞ്ഞുകൂടാ എന്ന്. വരക്കാൻ അറിയുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് വട്ടം വരക്കാൻ അറിയില്ല എന്നുള്ള ചോദ്യം വരും. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മെഹന്തി ഇടാൻ നന്നായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ കയ്യിലല്ലാതെ വേറെ ആരുടെ കയ്യിൽ മെഹന്തി ഇടാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ചില സൈക്കോസിസം ഉള്ള ഒരാളാണ് ഒരു വരക്കാരിയാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ പൂക്കളം ഇതാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൽ തികേണ്ട പൂക്കൾ അതിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. ഓക്കെ, ഇപ്പം സമയം 2 മണിയല്ല, 2:10 ഗൈസ്. ഞാൻ സ്റ്റിൽ വർക്കിംഗ് ഓൺ മൈ ഫ്ലവർ കാർപ്പറ്റ്. വളരെ മിനിമൽ പൂ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവർ കാർപ്പറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഇതിനെ വിലയിരുത്തണം. അല്ലാതെ എല്ലാ ബിഗ് ആൾക്കാരുടെയും പൂക്കളത്തിൻ്റെ കൂടെ ഇതിനെ നിങ്ങൾ കാണരുത്. ഇത് അങ്ങനത്തെ ഒന്നല്ല. അപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഏകദേശം കംപ്ലീറ്റ്. ഇനിയുള്ള ലെയറും കൂടി ഇട്ടാൽ സെറ്റ്. സോ ഈ ടൈമിൽ വരുന്ന എന്നെപ്പോലെ ഇത്രയും ഡെഡിക്കേറ്റഡായി ഓണത്തെ വെൽക്കം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ ഗായ്സ്, എൻ്റെ പൂക്കളം എൻ്റെ കയ്യിലുള്ള 1 2 3 4 ഒരെണ്ണം അവിടെയുണ്ട്. അത് നമുക്ക് നടുവിൽ വയ്ക്കണം, ഇവിടെയായിട്ട്. അപ്പോൾ ഇത്രയും പൂക്കൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുട്ടി പൂക്കളം ഇഷ്ടം ആയോ? എൻ്റെ പൂക്കളം ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ടത്തെ പോലെ ബാച്ചിലർ ആണെങ്കിൽ അല്ലെങ്കിൽ ബേബി ഉണ്ടാകുന്നതിന് മുന്നേയുള്ള ടൈമാണെങ്കിൽ ഞാൻ ഇതിനൊന്നും മെനക്കെടൂല. ആരെങ്കിലുമൊക്കെ മെനക്കെട്ടാൽ ഞാൻ അങ്ങ് കണ്ട് ആസ്വദിക്കുന്നല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓൺലി ഫോർ മൈ ബേബി. കാരണം എന്താ വെച്ചാൽ അവർക്ക് വലുതായിട്ട് പറയാൻ ഇതിന് ഈ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, ബക്രീദ് ഇതിനൊക്കെ പറയാൻ അവർക്ക് എന്തെങ്കിലും മെമ്മറി വേണ്ടേ? മെമ്മറി നമ്മളല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
ആസ് എ പാരൻറ്റ്, ആസ് എ ക്രിയേറ്റീവ് മോം. അപ്പോൾ ഞാൻ അതിന് മേടിച്ചു. ഇപ്പോൾ നാളെ രാവിലെ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് കാണാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവും, സന്തോഷമായിരിക്കും. എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് വരും, എത്തി പോകും, നാല് വശത്തേക്ക് വലിച്ചെറിയും, കഥം, പൂക്കളത്തിൻ്റെ കാര്യം കഥം. ബട്ട് അത് നമുക്ക് കാണാനൊരു സന്തോഷമാണ്. അവൻ വലിച്ചെറിയുമ്പോൾ ഞാൻ വലിച്ചെറിയും കൂടും. ഇനി ഒരു ചെറിയ പണിയും കൂടി ഇതിൽ ബാക്കിയുള്ളൂ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ ആമ്പൽ മുട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ആമ്പൽ മുട്ട എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് ഓപ്പൺ ആയത് ഇതാണ്. ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതിങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം ഇത് വളർത്തിയാലേ നമുക്ക് നടുവിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നടുവിൽ വെക്കാൻ പറ്റും. പിന്നെ ഇത് വെറുതെ ആയിപ്പോവും. എനിക്കിങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ഫീൽ. നമ്മൾ ഈ ഒറിഗാമി ലോട്ടസൊക്കെ ഉണ്ടാക്കില്ലേ, നിങ്ങൾക്കറിയാം ഒറിഗാമി ലോട്ടസൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം ഗൈസ്. ഞാൻ വേണമെങ്കിൽ പറയുന്നത് കമൻറ്റ് ചെയ്താൽ മാത്രം പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതില്ല. അല്ലേ, കമൻറ്റും ഇല്ല, ലൈക്കും ഇല്ല, സബ്സ്ക്രിപ്ഷനും ഇല്ല. ഞാൻ എന്തിനു വെറുതെ കഷ്ടപ്പെടണം ഗൈസ്? ഇതിങ്ങനെ ലൈക്ക് പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനമേ ഏറ്റവും വലിയൊരു മജീഷ്യനാണ്, ഒരു ആർട്ടിസ്റ്റാണ്, ഒരു എവരിത്തിങ് ആണ്. എന്ത് രസമാണ്. എനിക്കിത് തന്ന സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടുകാരോട് അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ സമയത്ത്. കാരണം ഞാൻ ഓർഡർ ചെയ്ത പൂ ഈ ഒരു ജമന്തിയുടെ ഒക്കെ പോലെ ഒരു വെള്ളപ്പൂവായിരുന്നു. പക്ഷെ എനിക്ക് വന്നതാണ്. ഇതിന് ഞാൻ എങ്ങനെ നിങ്ങളോട് തീരാത്ത നന്ദി പറയുന്നത് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഞാൻ കരഞ്ഞു പോകും ചിലപ്പോൾ. നോക്ക്, എന്ത് രസവാ കാണാന്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ എനിക്ക് തോന്നിയതും ഈ ഓണ സമയത്ത് ഞാൻ ആ വീഡിയോ ഇങ്ങനെ എടുക്കാൻ തോന്നിയതും എൻ്റെ ഭാഗ്യം. കാരണം ഇനിയൊരു ഓണക്കാലത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി നാട്ടിലായിരിക്കണമേ ഓണത്തിനുണ്ടാവുക, ഇങ്ങനൊരു സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി വേറെ എവിടെയാണെങ്കിലും ചിലപ്പോൾ വഡോദരയാണ് നെക്സ്റ്റ് പോസ്റ്റിംഗ് വരുന്നത്, അവിടെയും ഓണത്തിന് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമെന്നല്ല. ഓണത്തിന് അവിടെയാണ് ഉണ്ടാവുക, നാട്ടിലാണ് ഉണ്ടാവുക എന്നല്ല. പക്ഷേ ഇതെൻ്റെ ലൈഫിൽ ഞാൻ ഓണത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസാണ് ഇത്. ഇതെൻ്റെ മുട്ട് കണ്ടപ്പോൾ ഇതിങ്ങനെ വിടർത്തിയെടുക്കാൻ പറ്റുന്നു, ഇതിങ്ങനെ നമ്മുടെ ഈ ചിത്രത്തിലൊക്കെ ഉള്ള പോലെ, നമ്മുടെ ഈ മ്യൂറലൊക്കെ ഉള്ള പോലെ ഇതുപോലെ കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതെനിക്ക് എപ്പോഴും സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മെമ്മറിയാണ് എനിക്ക് ഈ വീഡിയോ. എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ, എൻ്റെ മോനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വീഡിയോ. സോ സ്പെഷ്യൽ, ഒന്നും പറയാനില്ല. ലൈക്ക് ഇറ്റ്. എന്നെ പോലെ ഇത്രയും പ്രാന്ത് നിങ്ങൾക്ക് എന്തിനെങ്കിലും ഓവർ എക്സൈറ്റഡ് ആവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അറിയില്ല, ഇതിങ്ങനെ ഓണത്തിന് തന്നെ എനിക്ക് ഇത്രയും നല്ലൊരു ഫ്ലവർ കിട്ടി. ഇറ്റ്സ് ബ്ലെസ്സിങ്. എനിക്ക് തോന്നുന്നു എന്നെ ഭയങ്കര ബ്ലെസ്ഡാണ് ഞാൻ. നല്ല ദിവസമായിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണപ്പൂക്കളം, നമ്മുടെ ഡൽഹി ക്വാർട്ടറിലെ ഓണപ്പൂക്കളം. ഇത് നമ്മുടെ ഡൽഹിയിലുള്ള ലാസ്റ്റ് ഓണാണ്. നമ്മൾ പോസ്റ്റിംഗ് പോവുകയാണ്. അപ്പോൾ ഇതെനിക്ക് മെമ്മറബിൾ ആക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ചെയ്തു. ഇനി നാളെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കാണണം. നമ്മുടെ പരിപാടിയുണ്ട്, അത് നമ്മൾ അടിപൊളിയായി ചെയ്യണം. സമയം രാത്രി 2:30. അപ്പോൾ നമ്മളൊരു 1 മണി ടൈമിൽ തുടങ്ങിയതാണല്ലോ നമ്മുടെ പരിപാടി. തീർന്നു, കംപ്ലീറ്റ് ആയി. ഇത്രയും ടൈം എടുത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ പോയി കിടന്നുറങ്ങാണ്. അല്ല, എനിക്കിനി നെയിൽ പോളിഷ് ഇടണം. നെയിൽ പോളിഷ് ഇട്ടില്ലെങ്കിൽ ഈ കയ്യിൽ മഞ്ഞ കളറൊക്കെ നല്ല വൃത്തികേടുണ്ടാവും കാണാൻ. അപ്പോൾ ഒന്ന് നെയിൽ പോളിഷ് ഇടണം. അത്രേ നമുക്കൊരു പരിപാടിയുള്ളൂ. എന്നിട്ട് പോയി കിടന്നുറങ്ങണം. പക്ഷേ കിടന്നുറങ്ങാനുള്ള നേരമൊന്നുമില്ല, രാവിലെ എണീക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓണാണിത്. സോ എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പണിയുണ്ട്. അവിയലുണ്ടാക്കണം, പച്ചടി ഉണ്ടാക്കണം, പിന്നെന്താ, ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി സാമ്പാർ ഞാൻ ഉണ്ടാക്കി. ഇനി പായസം ഉണ്ടാക്കണം. പായസത്തിൽ നമ്മൾ പാലട മിക്സ് വാങ്ങിയിട്ടുണ്ട്, ഈസിയാണ് അവർക്ക്. അപ്പോൾ എല്ലാവരുടെയും ഓണം ഇതുപോലെ സൂപ്പറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്കണം. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളത് ആഘോഷിക്കുക തന്നെ വേണം. പുറത്തുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓണം, വിഷു, ഇങ്ങനത്തെ ഈസ്റ്റർ, ബക്രീദ് ഇതൊക്കെ ആഘോഷിക്കേണ്ടതാണ്. അത് എല്ലാവരും ആഘോഷിക്കുക. അതിൽ നമ്മൾ ജാതി മതം അങ്ങനെയൊന്നും പറഞ്ഞു നിൽക്കുന്നത് മണ്ടത്തരമാണ്.
മനുഷ്യരാണോ? സെലിബ്രേഷനാണ് വേണ്ടത്. സെലിബ്രേറ്റ് ചെയ്യൂ, ജീവിതം സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഞാൻ പോയി നെയിൽ പോളിഷ് ഇട്ട് കിടന്നുറങ്ങട്ടെ. ഇനി നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം നമ്മുടെ പ്രോഗ്രാംസൊക്കെ. നമ്മളെ സൂപ്പർ പൊളി ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയുള്ള ബൈ. മറന്നുപോയി, ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ഒരു കമൻറ്റും കൂടി ചെയ്ത്. അത്രയുള്ള ബൈ.